പ്രകൃതിയുടെ ഉത്സവമായി കരുതുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. തൃക്കലശാട്ടോടെ ഈ വർഷത്തെ 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. അത്തം നാളായ വ്യാഴാഴ്ച അക്കരെ കൊട്ടിയൂരിൽ സവിശേഷമായ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. ദൈവവും പ്രകൃതിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അപൂർവം ദേവസ്ഥാനങ്ങളിലൊന്നാണ് കൊട്ടിയൂർ സന്നിധി. ദക്ഷയാഗം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന അക്കരെ കൊട്ടിയൂരിൽ അത്തം നാളിൽ സവിശേഷമായ വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. അത്തം നാൾ ചതുശതം വലിയ വട്ടളം പായസം നിവേദിച്ചു. പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം സമർപ്പിച്ചത്. ദേവസ്വം വകയാണ് പായസം. ചപ്പാരം ഭഗവതിയുടെ വാളുകളുമായി ഏഴില്ലക്കാരായ 3 വാളശന്മാർ തിരുവഞ്ചിറയിലിറങ്ങി നിന്ന് വാളാട്ടം നടത്തി. ശീവേലി സമയത്താണ് വാളാട്ടം നടത്തിയത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് ദിനത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ദേവീദേവന്മാരുടെ തിടമ്പുകൾക്ക് മുന്നിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്നാണ് വാളാട്ടം നടത്തിയത്. തിടമ്പുകൾ വഹിക്കുന്ന ബ്രാഹ്മണർക്ക് അഭിമുഖമായി 3 പ്രദക്ഷിണം വച്ചു. തിടമ്പുകളിൽ നിന്നും ദൈവചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുമെന്നാണ് വിശ്വാസം. പൂവറയ്ക്കും അമ്മാറക്കൽ തറയ്ക്കുമിടയിൽ ഇടുങ്ങിയ ഭാഗത്തു നിന്നാണ് തേങ്ങയേറ് നടത്തിയത്. കുടിപതി സ്ഥാനികരാണ് തേങ്ങയേറ് നടത്തിയത്. ആയിരം കുടം അഭിഷേകത്തോടെ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയായി. കൂത്ത് സമർപ്പണവും നടന്നു. അതേസമയം ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന തൃക്കലശാട്ട് ഇന്ന് നടക്കും. ശ്രീകോവിൽ പിഴുത് തിരുവഞ്ചിറയിലിട്ട ശേഷമാണ് തൃക്കലശാട്ടം. വെള്ളിയാഴ്ച രാവിലെ വാകച്ചാർത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം വിളക്കുകൾ കെടുത്തി. ഇതോടൊപ്പം അക്കരെ സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണയ്ക്കും. നമ്പീശൻ, വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിന്റെ 4 തൂണുകൾ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിക്കും. ഇതോടെ മണിത്തറ തൃക്കലശാട്ടിനൊരുങ്ങി. കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിലാടും. മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടക്കും. പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളഭവും നൽകും. 1 ചെമ്പ് നിവേദ്യച്ചോറും കടും പായസവും തിടപ്പള്ളിയിലിരുന്ന് കുടിപതികൾ കഴിക്കും. മുളക്, ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തണ്ടുമലൂണെന്ന ചടങ്ങാണ്. കൂത്തരങ്ങിൽ വെച്ച് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ നടത്തും. തുടർന്ന് അമ്മാറക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം നടത്തും. അതിനുശേഷം ആചാര്യന്മാരിൽ ഒരാൾ യാത്രാബലി നടത്തും. യാത്രാബലിക്ക് മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളുമല്ലാതെ ബാക്കിയെല്ലാവരും അക്കരെ സന്നിധാനത്തിൽ നിന്ന് പുറത്തു കടക്കും. ഭണ്ഡാരങ്ങളും വാളുകളും ആദ്യം ഇക്കരയ്ക്ക് കടക്കും. തുടർന്ന് മണത്തണ കരിമ്പന ഗോപുരത്തിലേക്ക് എഴുന്നള്ളിക്കും.